ഹലോ, സണ്ണി ഡോക്ടർ അല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. രേഷ്മ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്തി. വെയിൻ കട്ട് ചെയ്തതാ. പെട്ടെന്ന് കണ്ടതുകൊണ്ട് അധികം ബ്ലീഡിംഗ് ഉണ്ടായില്ല. ഓക്കെ ഡോക്ടർ. ഇപ്പൊ വന്നില്ലേ എന്റെ അടുത്ത്? രേഷ്മ, എന്താ മോളെ നീ കാണിച്ചത്? എന്നെ വഴക്ക് പറഞ്ഞില്ലേ? പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് എനിക്ക് തോന്നി. സണ്ണിച്ച, ആ കുട്ടിക്ക് ഒരു നിമിഷം പോലും സണ്ണിച്ചനെ കാണാതെ കഴിയാനാവില്ല. അരുണാണെന്ന് കരുതിയിട്ടാണെങ്കിലും സണ്ണിച്ചനെ ആ കുട്ടി അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. സണ്ണിച്ചനെ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇനിയും ആ കുട്ടി എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. അങ്ങനെ സംഭവിച്ചാൽ ആ കുറ്റബോധം കൊണ്ട് നമുക്കൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. വിധിച്ചിട്ടില്ലെന്ന് കരുതിക്കൊള്ളാൻ ഞാൻ. ആ കുട്ടി പാവ. എനിക്കൊരു പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തുണ്ടായെന്ന് വരും. സണ്ണിച്ചയ, ഞാനെല്ലാം മറന്നോളാം. ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തൂടെ? നീ എന്തൊക്കെയായി പറയുന്നത്? I love you, Annie. I love you. ഇതിപ്പോ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്നെ ഇനി ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് കാണിക്കണോ? നിന്നെ ഈ ഭ്രാന്തന്മാരുടെ വൈദ്യം പഠിപ്പിക്കാൻ വിട്ടത് അബദ്ധമായത്. ആ റോയിയെ പോലെ കണ്ണും മൂക്കും നോക്കുന്ന ഡോക്ടറായ മതിയായിരുന്നു. അതിനിപ്പം ഇവിടെ എന്ത് പറ്റി? കല്യാണം കുറച്ച് ദിവസം അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്താ തകരാറ്? ഇത് നായിട്ട് പുല്ല് തിന്നൂല്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലെയാ. എന്താ ഇത് മെനക്കെടുത്ത? ഈ മെനക്കെടുത്തിന് വട്ടെന്ന് പറയണേ. നിനക്ക് അവളോട് തുറന്നു പറഞ്ഞാൽ എന്താ? ആനി നീ കെട്ടാൻ പോവാണെന്ന്. രേഷ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ആ കുട്ടിക്ക് അതൊരു വലിയ ഷോക്കായിരിക്കും. അങ്ങനെ ഷോക്ക് ആവാണെങ്കിൽ ഷോക്ക് അടിച്ചങ്ങ് ചാവട്ട. കൂട്ടുകാരന്റെ പെങ്ങളല്ലേ, അല്ലാതെ നിന്റെ സ്വന്തം പെങ്ങളൊന്നല്ലോ അത്രയ്ക്ക് അങ്ങ് തെണ്ണപ്പെടാൻ. കുഞ്ഞച്ചായന്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിലോ? അതിന് എനിക്ക് അങ്ങനെ ഒരു മോളില്ലല്ല. എടാ, തലയ്ക്ക് വെളിവില്ലാത്ത ആ കൊച്ച് എന്നെ കൊല്ലാൻ പറഞ്ഞ നീ അങ്ങ് കൊല്ലുവോ? അമ്മച്ചി വിചാരിക്കുന്ന പോലെ ആ കുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല. എങ്കിൽ പിന്നെ ആശുപത്രിയിൽ പിടിച്ചു കിടത്തിക്കണ എന്തിനാ? അങ്ങോട്ട് പറഞ്ഞു വിട്ടൂടെ? ഇത് അതൊന്നും അല്ല. നല്ല പുളിവാറിൽ ചൂടാക്കിയിട്ട് ചന്തിക്കിട്ട് നാലെണ്ണം കൊടുത്താൽ മാറാവുന്ന പ്രാന്തേ ഉള്ളൂ. മനക്കിലെ മീനാക്ഷിയുടെ ഭ്രാന്ത് മാറിയത് എങ്ങനെയാ? എനിക്ക് ദേഷ്യം വന്ന വെട്ടുപോത്തിന്റെ സ്വഭാവ. ഇവരുടെ ഭ്രാന്ത് വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. എന്താ രേഷ്മ? ഇപ്പൊ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ ഡോക്ടർ. അന്ന് എന്നോട് പറഞ്ഞതല്ലേ വേണമെങ്കിൽ വീട്ടിൽ പോവാന്ന്. മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നല്ലേ ഉള്ളൂ. അത് വീട്ടിൽ ചെന്നാലും കഴിക്കാലോ. ഇച്ചായനോട് വരാൻ പറയൂ. പോണോ രേഷ്മയ്ക്ക്? അവിടെ ചെന്നാ ബോറടിക്കില്ലേ? ഒറ്റയ്ക്കാവില്ലേ? ഇച്ചായനില്ലേ അവിടെ? ചേച്ചി, പ്രദീപ്, പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എൻ്റെ കയ്യില്. ആ ഡയറി എനിക്ക് തിരിച്ചു തരൂ. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാലോ. സണ്ണി, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്കും. നമ്മൾ ഊഹിച്ചതിനും അപ്പുറത്താണ് ആ മനസ്സ്. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഭാഗ്യം റോയ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പാട്ടും കളിയും ചിരിയുമായി നിന്റെ ആ പഴയ രേഷ്മയെ വേഗം തിരിച്ചു കിട്ടും. ഇനി ധൈര്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എടാ, നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മമ്മിയുടെ ഒഥല്ലോയെ കണ്ട ഞാൻ എന്തെങ്കിലും പറയണം? ഡെസ്റ്റിമോൺ അവിടെ കാത്തിരിക്കാണെന്ന് പറയട്ടെ. മുടിയൊക്കെ ചീകി കെട്ടി നല്ല മിടുക്കിയായിട്ടിരിക്കണം. ചേച്ചി പോണ പോലെ ഒരു ദിവസം മിനിക്കുട്ടിക്കും പോണ്ടേ, ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ. പോവാ.
ഞാൻ പോവാണ്. ഇനി എപ്പോഴാ തിരിച്ചു വരിക? കരുതാവോണ്ടൊന്നും പറയാതെ ശബി. തിരിച്ചു വരാനാണ് ഇവിടുന്ന് എല്ലാവരും പോണത്. അപ്പൊ ഈ ശങ്കരേട്ടൻ തിരിച്ചു വന്നതാ? കിഷോറിന്റെ ശാലിനി വേഗം വരും. വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മദ്രാസ് സെൻട്രലിലേക്ക് പുറപ്പെടുന്ന 20-ാം നമ്പർ മദ്രാസ് മെയിൽ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്നും ഉടനെ പുറപ്പെടുന്നതാണ്. പോട്ടെ. കല്യാണത്തിന് എന്നെ ക്ഷണിക്കുമോ? ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും. ശരി തന്നെ.
രേഷ്മ എന്താ ഇത്? എന്ത് പറ്റി? രേഷ്മ! രേഷ്മ! രേഷ്മ, ഇത് ഞാനാ, ആനയാ. രേഷ്മ, ഒന്നുമില്ല രേഷ്മയ്ക്ക്. Calm down. ഒന്നുമില്ല രേഷ്മ. രേഷ്മ, അപ്പോഴേ സമയം എന്തായിരുന്ന വിചാരം? ഫസ്റ്റ് നൈറ്റ് അല്ലേ, പോണ്ടേ? ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ആദ്യ രാത്രി, സെക്കൻഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതിന്. അമ്മായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞുള്ള രാത്രി. അയ്യോ, ഞാനല്ല. ആനി, ആനി, ആനി. വർഷം എല്ലാം കഴിഞ്ഞ രാത്രി നടന്ന പോലെ നിന്റെ മനസ്സിലിരുന്ന് വിങ്ങാണെന്നറിയാം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിന്നെ വേദനിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. അവളിപ്പം നോർമലാണ്. ഒരു ജന്മത്തിൻ്റെ പാപം മുഴുവൻ 7 വർഷമായിട്ട് അവൾ കരഞ്ഞു തീർക്കുകയാണ്. സണ്ണി, അവൾക്ക് നിന്നെ കാണണമെന്ന് നീ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവളുടെ അപേക്ഷയാണ്.